ഹലോ വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. പലപ്പോഴായിട്ട് ആളുകൾ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഒരു ഓഫീസ് പെർഫ്യൂം ഐഡന്റിഫൈ ചെയ്യുക, എങ്ങനെയാണ് ഒരു ഓൾ ഒക്കേഷൻസ് പെർഫ്യൂം ഐഡന്റിഫൈ ചെയ്യുക, അതുപോലെ നമ്മുടെ പാർട്ടി പെർഫ്യൂംസ്, ഇതൊക്കെ എന്തിന്റെ ബേസിലാണ് നിങ്ങൾ ഈ പറയണത്, ഇതെങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതൊക്കെ. ഈ കാര്യവും ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞു പോയ കാര്യങ്ങൾ തന്നെയാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അനില മാത്യു ഐ തിങ്ക് ഒരു 4-5 എപ്പിസോഡായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്രാഗ്രൻസ് ഫീൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എപ്പിസോഡ്സ്. അപ്പൊ അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ നോട്ട്സും അതിന്റെ ഫാമിലി കാര്യങ്ങൾ, അക്കൗണ്ട്സ്, ഇതെല്ലാം മെൻഷൻ ചെയ്തിട്ട്. സോ അത് വീണ്ടും ഞാൻ എങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നില്ല, നിങ്ങൾക്ക് അനില മാത്യുവിന്റെ ചാനൽ നോക്കിയാൽ അത് കാണാൻ പറ്റും. അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ്. അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് ഏതൊക്കെ പെർഫ്യൂംസ് എങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത്, ഞാൻ ആദ്യം മാൻലി പെർഫ്യൂംസ് വരാം. കാരണം ഫീമെയിൽ പെർഫ്യൂംസിൽ നമുക്ക് അത്ര ഒരു ഇൻഡെപ്തിലേക്ക് പോകേണ്ട കാര്യങ്ങളില്ല. കാരണം മോസ്റ്റ് ഓഫ് ദി ഫീമെയിൽ പെർഫ്യൂംസ് ഒന്നെങ്കിൽ സ്വീറ്റ്നെസ് അല്ലെങ്കിൽ അരോമാറ്റിക് നോട്ട്സിലൂടെ വരുന്ന പ്രൊഡക്റ്റുകളാണ്. അപ്പോ മാൻലി പെർഫ്യൂംസിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഫ്രഷ് പെർഫ്യൂമിനെ ഐഡന്റിഫൈ ചെയ്യുക? മോസ്റ്റ് ഓഫ് ദി ഫ്രഷ് പെർഫ്യൂംസിൽ അതിൽ സിട്രസോ ബർഗമോട്ടോ അതല്ലെങ്കിൽ ബ്ലാക്ക് കറണ്ടോ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സിട്രസ് ടച്ച് വരുന്ന എന്തെങ്കിലും ഒരു ഓറഞ്ചിന്റെ അല്ലെങ്കിൽ സിട്രസിന്റെ ഒരു ബർഗമോട്ടിന്റെ ലെമണിന്റെ എന്തെങ്കിലും ഒരു സാധനം, ഒരു മാൻഡറിന്റെ അല്ലെങ്കിൽ ഒക്കെ എന്തെങ്കിലും നമ്മൾ സാധാരണ കാണുന്ന ഏതെങ്കിലും ഒരു ഓറഞ്ച് പുറകെത്തപ്പെട്ട ഒരു സാധനത്തിന്റെ ഒരു ഫ്രാഗ്രൻസ് അതിലുണ്ടാവും ഒന്ന്. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മിന്റിന്റെ ഒക്കെ ഫ്രാഗ്രൻസ് ഉണ്ടാവും. പിന്നെ അതും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ എന്നൊക്കെ കിട്ടുന്ന പോലത്തെ ആ ഒരു ഫ്രഷ്നെസ്, ഒരു സീ നോട്ട്സ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇനി ഇതിലൊന്നും പെടാത്തൊരു സാധനമാണ് ഓട്ടോപാരിസി മെഗാമേറിലൊക്കെ ഉള്ള പോലത്തെ ആ ഒരു മസ്കി ആയിട്ടുള്ള ഒരു ലൈറ്റ് മസ്ക് നോട്ട്സ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എപ്പോഴും പറയാ ലൈറ്റ് ആയിട്ടുള്ള ഫ്രാഗ്രൻസുകൾ. അതാണ് നമ്മൾ ഓഫീസ് ഫ്രണ്ട്ലി പെർഫ്യൂംസ് ആയിട്ട് പ്രിഫർ ചെയ്യാറുള്ളത്. അപ്പോൾ അതിന്റെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ, ഡീറ്റെയിൽ ആയിട്ട് പോകണില്ല. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു നാച്ചുറൽ നോക്കിയാൽ മതി. ഇപ്പൊ ഈ ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ, CK എറ്റേണിറ്റി മാന്, റാൽഫ് ലോറൻ പോളോ ബ്ലൂ, റാൽഫ് ലോറൻ പോളോ സ്പോട്ട്, അതുപോലെ തന്നെ നമ്മുടെ ക്രീഡ് സിൽവർ മൗണ്ടൻ വാട്ടർ, ക്രീഡ് ഗ്രീൻ ഐറോസ്റ്റീഡ്, ഇങ്ങനെയൊക്കെയുള്ള പെർഫ്യൂംസ്. അതുപോലെ തന്നെ YSL EDT, അങ്ങനെ പാക്കറോബാൻ, ഇൻവിക്ടസ്. അപ്പൊ നമ്മൾ ഏതൊരു ബ്രാൻഡിൽ നോക്കിയാലും ഇത്തരം ലൈറ്റ് ആയിട്ടുള്ള ഫ്രഷ് പെർഫ്യൂംസ് ഉണ്ടാവും. ഈ പെർഫ്യൂംസ് തന്നെയാണ് ആക്ച്വലി നമ്മൾ ഒരു ഓഫീസ് പെർഫ്യൂംസ് എന്ന് അറിയപ്പെടുന്ന പെർഫ്യൂംസ്. ഇനി ഓൾ ഒക്കേഷൻസ് പെർഫ്യൂംസ് എല്ലാ സമയത്തും യൂസ് ചെയ്യാൻ പറ്റിയ, അത്ര സ്ട്രോങ്ങറോ അല്ല അത്ര ലൈറ്ററോ അല്ല, എന്നാൽ കുറച്ചും കൂടി സ്ട്രെങ്ത് കിട്ടുന്ന ഫ്രാഗ്രൻസുകൾ. അത് എങ്ങനത്തെ നോട്ട്സാ മോസ്റ്റ്ലി വരിക എന്ന് വെച്ചാൽ ഈ സ്പൈസി ഫ്രാഗ്രൻസ് ഉണ്ടാവും, അതിന്റെ കൂടെ തന്നെ ഒരു സ്വീറ്റ്നെസ് വരും, അല്ലെങ്കിൽ ഒരു ബെറി ഫ്രാഗ്രൻസ് പോലെയൊക്കെ തോന്നും. ചെറുതായിട്ടൊരു ആംബർ ടച്ച്, ലൈറ്റ് ആയിട്ടുള്ള ഒരു ആംബർ നോട്ട്സ് ഒക്കെ വരും, അതല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള വുഡി ഫ്രാഗ്രൻസുകൾ വരും. അങ്ങനത്തെ പെർഫ്യൂംസ് അത് നമ്മൾ ഒരു ഓൾ ഒക്കേഷൻസ് പെർഫ്യൂംസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് ഡിയോർ സവാഷ് ഒരു ഇത്തിരി കൂടുതൽ അപ്ലൈ ചെയ്താൽ നമുക്കതൊരു ഓൾ ഒക്കേഷൻസ് പെർഫ്യൂം ആക്കാം. നമ്മുടെ വെർസാച്ചെ ഡിലൻ ബ്ലൂ ഒരു ഓൾ ഒക്കേഷൻസ് പെർഫ്യൂം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വെർസാച്ചെ ഇറോസ് ഒരു ഓൾ ഒക്കേഷൻസ് പെർഫ്യൂം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ ഭയങ്കര കുത്തുന്ന ഫ്രാഗ്രൻസുകളും അല്ല, എന്നാൽ ഭയങ്കര മൈൽഡും അല്ല, ഒരു ഇൻ ബിറ്റ്വീൻ നിൽക്കുന്നത്. ക്രീഡവെന്റസ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ക്രീഡവെന്റസിന്റെ ഫ്രൂട്ടി ബാച്ച് ഒക്കെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റിയ പെർഫ്യൂംസ് ആണ്. സോ ബക്കറ റൂഷ് 540. അപ്പോ ഇത്തരം പെർഫ്യൂംസിനൊക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരു അത്യാവശ്യം ഒരു സ്ട്രെങ്ത് കിട്ടുന്ന ഫ്രാഗ്രൻസുകളാണ്. സോ ഒരു സേഫ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റിയ, നമ്മൾ ഒരു പെർഫ്യൂം ഉണ്ടെങ്കിൽ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് നാച്ചുറാണ് ഇത്തരം പെർഫ്യൂംസിനുള്ളത്. അപ്പോൾ അതാണ് ഓൾ ഒക്കേഷൻസ് പെർഫ്യൂംസ്. ഇനി പാർട്ടി പെർഫ്യൂംസ് എന്ന് പറയുമ്പോൾ ടിപ്പിക്കൽ ആ ഒരു ഡാർക്ക് അടിക്കുന്ന സെന്റുകൾ, കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള ഇന്റൻസ് ആയിട്ടുള്ള നോട്ട്സ് വരുന്ന പെർഫ്യൂംസ്. സോ അത് നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരിക ടോം ഫോർഡിന്റെ പ്രൊഡക്റ്റുകൾ, ടോം ഫോർഡ്, ടൊബാക്കോ വനി, അതേപോലെ തന്നെ നമ്മുടെ ഊതുവുഡ്, ബ്ലാക്ക് ഓർക്കിഡ്, ഇങ്ങനത്തെ ടോം ഫോർഡ് കാറ്റഗറിയിൽ വരുന്ന മിക്ക പെർഫ്യൂംസിലും മോസ്റ്റ് ഓഫ് ദി പെർഫ്യൂംസ്, എല്ലാം അല്ല, മോസ്റ്റ് ഓഫ് ദി പെർഫ്യൂംസും ആ ഒരു ഡാർക്ക് അടിക്കുന്ന സ്മെല്ലുകളായിരിക്കും. അല്ലെങ്കിൽ സാൻഡൽവുഡ് ബേസ്ഡ് ആയിട്ടുള്ളതോ ഊത് ബേസ്ഡ് ആയിട്ടുള്ളതോ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആംബർ നോട്ട്സ് വരുന്ന പെർഫ്യൂംസ്. ഇതെല്ലാം നമ്മൾ ഇന്റർലൂഡ്, പിന്നെ ഓംബ്ര ലെതർ, ഇങ്ങനത്തെ ഒക്കെ പെർഫ്യൂംസ് ആക്ച്വലി പാർട്ടി പെർഫ്യൂംസ് ആണ്. 1 മില്യൺ ഒരു സ്പൈസി നോട്ട്സ് വരുന്ന. അപ്പോ അതേപോലെ തന്നെ അസാരോ, നമ്മുടെ മോസ്റ്റ് വാണ്ടഡ്, ഇങ്ങനത്തെ ഒക്കെ പെർഫ്യൂം. മോസ്റ്റ് വാണ്ടഡ് ഒക്കെ ഇത്തിരി കൂടി ഓൾ ഒക്കേഷൻസ് പറയാൻ പറ്റും. പക്ഷെ അല്ലാത്ത ഈ ഒരു വുഡി, ബ്ലാക്ക് ഇൻസെൻസ് മലാക്കി, നമ്മുടെ ഏതായിരുന്നു ഷോപ്പാഡിന്റെ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പെർഫ്യൂംസ്, ബ്ലാക്ക് അഫ്ഗാനോ, ഇതെല്ലാം പാർട്ടിയാണ്. നമ്മൾ
പാർട്ടിക്കൊക്കെ അപ്ലൈ ചെയ്താൽ അത്യാവശ്യം ഒരു സ്ട്രെങ്ത് കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു ക്രൗഡിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ നമ്മളെ നോട്ടീസ് ചെയ്യാൻ ചാൻസസ് ഉള്ള പെർഫ്യൂംസ് ആണ്. അപ്പൊ ഞാൻ ഈ അടുത്തിടെ എൻ്റെ ഒരു കസിൻ്റെ വെഡിങ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് എൻ്റെ വൈഫ് ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ ജസ്റ്റ് സ്പ്രേ ഏതടിക്കണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് വൈഫിന് ഞാൻ ബ്ലാക്ക് ഓർക്കിഡ് ടോം ഫോർഡ് ഒറിജിനൽ തന്നെ എൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് അത് അപ്ലൈ ചെയ്തോളൂ. അപ്പൊ നോക്കിയപ്പോൾ നല്ല ഫ്രാഗ്രൻസ്, നല്ല ഇത് ആൾക്കാർ ശ്രദ്ധിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അതിനെ കവർ ചെയ്യണം എന്തെങ്കിലും കിട്ടണം എന്നുള്ളത്. അപ്പൊ ഞാൻ ഈ ബ്ലാക്ക് ഇൻസെൻസ് മലാക്കി എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, അതെടുത്തിട്ട് ഞാനും അപ്ലൈ ചെയ്തു. അപ്പോൾ അതെന്താ വെച്ചാൽ നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരാൾ അപ്ലൈ ചെയ്തതിന് അതിനെ അതേ ഒരു റൂട്ടിലൂടെ പോകുന്ന വേറൊരു നേച്ചറുള്ള ഒരു സാധനം. അപ്പൊ ഞാൻ അതെടുത്തിട്ട് ഞാനും അപ്ലൈ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ആ ഫ്രാഗ്രൻസ് ആ ആഫ്റ്റർനൂണിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 11-11:30 അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. ആഫ്റ്റർനൂൺ പറയാൻ പറ്റില്ല, ആഫ്റ്റർനൂണിന്റെ തൊട്ട് മുന്നേ. അതാ ഈവനിങ് ഒരേ ഫ്രാഗ്രൻസ് ഉണ്ട്. നമ്മൾ പോകുമ്പോൾ കല്യാണത്തിൽ നിന്ന് നമ്മൾ കാറിലൊക്കെ കയറി ഡോർ ക്ലോസ് ചെയ്താലൊക്കെ നമ്മൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നല്ല രീതിയിൽ ആ ഫ്രാഗ്രൻസുകൾ ഉണ്ടായിരുന്നു. സോ അതാണ് ഇത്തരം പെർഫ്യൂമുകളുടെ പർപ്പസ്. ഇനി ഇതിലൊന്നും പെടാത്ത ഒരു പെർഫ്യൂംസ് ആണ് ഓൾ ഒക്കേഷൻസ് യൂണിസെക്സ് പെർഫ്യൂംസ്. അതാണ് മോസ്റ്റ്ലി സേഫ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റിയ, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ പെർഫ്യൂംസ്. അത് നമ്മൾ മോസ്റ്റ്ലി പറയാറുള്ളത് വിക്ടോറിയ സീക്രട്ട്, ബോംഷെല്ല്, അത് മോസ്റ്റ്ലി ലേഡീസ് പെർഫ്യൂംസ് ആയിരിക്കും. അത് ജെൻസും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നാച്ചുറൽ. അതില് യൂണിസെക്സ് ആണ്, ബട്ട് ഓൾ ഒക്കേഷൻസ് അല്ലാത്തുണ്ട്. അത് നമ്മുടെ CK1 ഒക്കെ പോലത്തെ, CK1 യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാം, പക്ഷെ അത് എന്താ പറയുക ഓഫീസ് ഫ്രണ്ട്ലി ആണ്. അപ്പൊ അതല്ലാതെ യൂസ് ചെയ്യാൻ പറ്റിയ ഈ ബക്കറ റൂഷ് ആക്ച്വലി ഓൾ ഒക്കേഷൻസ് യൂണിസെക്സ് ആണ്. അപ്പൊ അതേപോലെ ബർബറി ഹെർ, പിന്നെ നമ്മുടെ ഗുഡ് ഗേൾ, ഇങ്ങനത്തെ കുറെ സാധനങ്ങളല്ലേ. പിന്നെ ബ്ലാക്ക് ഓപ്പിയം, അങ്ങനത്തെ പെർഫ്യൂംസ് എല്ലാം, ബോംഷെല്ല്, ഇതെല്ലാം ആക്ച്വലി ഭയങ്കര ഫെമിനിൻ നാച്ചർ ഒന്നുമല്ല. നമുക്ക് ജെൻസിനും യൂസ് ചെയ്യാം, ലേഡീസിനും യൂസ് ചെയ്യാം, ഓൾ ഒക്കേഷൻസിന് യൂസ് ചെയ്യാം. നല്ല സ്ട്രെങ്ത് കിട്ടുന്നതാണ്. അപ്പൊ ഞാൻ എപ്പോഴും പെർഫ്യൂംസിനെ പറ്റി വലിയ ധാരണ ഇല്ലാത്ത ആൾക്കാരോട് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഈ ഓൾ ഒക്കേഷൻസ് യൂണിസെക്സ് പെർഫ്യൂംസ് ഏതെങ്കിലും നോക്കിയിട്ട് എടുത്തോളൂ, സേഫ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. അത് മോസ്റ്റ്ലി നമുക്ക് കാണാൻ പറ്റുക എവിടെയാണ്, നീഷ് ഫ്രാഗ്രൻസുകളിലാണ്. അപ്പൊ കിലിയന്റെ കുറെ പെർഫ്യൂംസ് ഓൾ ഒക്കേഷൻസ് യൂണിസെക്സ് ആണ്. ഭയങ്കര സ്ട്രോങ്ങറോ അല്ല, ലൈറ്ററോ അല്ല, ഒരു ഇൻ ബിറ്റ്വീൻ നിൽക്കുന്ന, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നാച്ചുറൽ. മോസ്റ്റ് ഓഫ് ദി ഇത്തരം നീഷ് ഫ്രാഗ്രൻസുകളും അങ്ങനെ തന്നെയാണ് വരാറുള്ളത്. സോ അതൊക്കെയാണ് പെർഫ്യൂമുകളുടെ ഡീറ്റെയിൽസ്. അപ്പൊ അതിൽ ഫീമെയിൽ പെർഫ്യൂംസ് ഞാൻ പറഞ്ഞില്ല. ഫീമെയിൽ പെർഫ്യൂംസ് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഫ്രാഗ്രൻസുകൾ വരുന്നത്, ജഡോർ ഒക്കെ പോലത്തെ, അല്ലെങ്കിൽ ബ്രൈറ്റ് ക്രിസ്റ്റൽ, ഇങ്ങനത്തെ ഒക്കെ ഫ്രാഗ്രൻസുകൾ വരുന്നതാണ് ഓഫീസ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. ഡാർക്കർ ആയിട്ടുള്ള ഒരു എന്താ പറയാ പൂക്കളുടെ സെന്റ് തന്നെ കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ളത്, അതിന്റെ കൂടെ തന്നെ സ്വീറ്റ്നെസ് ഒക്കെ കുറച്ച് ഡാർക്ക് അടിക്കുന്ന സ്വീറ്റ് നോട്ട്സ് ഒക്കെ വരുന്ന പെർഫ്യൂംസ്, അത് നമ്മൾ ലേഡീസിന് പാർട്ടി പെർഫ്യൂംസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ലേഡീസിന്റെ കേസിൽ അത്ര അധികം ഭയങ്കര ഒരു ഇത്രയും വൈഡായിട്ട് നോട്ട്സ് പോകാത്തത് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഷോർട്ടാക്കി പറഞ്ഞത്. അപ്പം ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു. സോ ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.